അടിമാലി മണ്ണിടിച്ചിലിൽ അപകടത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി രംഗത്തെത്തുകയാണ്. സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ സമീപവാസികളോട് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയതാണ്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ഗൗരവത്തിൽ കാണണമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, എന്തായാലും ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഒരു മരണമാണ് ഉണ്ടായിട്ടുള്ളത്. ബിജുവിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വേളയിലാണ് ഇപ്പോൾ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി തന്നെ എത്തുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല എന്നാണോ വിശദീകരണം? ദിവ്യ, ദേശീയപാത അതോറിറ്റി പറയുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് 22-ാം തീയതി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ലഭിച്ചിരുന്നു. അത് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. മുന്നറിയിപ്പിനെ തുടർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെ തുടർന്ന് ഇവിടെ അപകട സാധ്യതയുണ്ട് എന്നും അതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു ശുപാർശ നൽകിയെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് പ്രാദേശിക ഭരണകൂടവും ഒക്കെ ഇടപെട്ട് ആളുകളോട് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ബിജു വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ അപകടം സംഭവിച്ചു എന്നുള്ള ഒരു വിശദീകരണമാണ്. പൂർണ്ണമായും കൈയൊഴിയുന്ന ഒരു നിലപാടാണ് ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഈ അപകടം ഉണ്ടായപ്പോൾ ആദ്യം എത്തിയ ഒരു വ്യക്തിയാണ് അടിമാലി സ്വദേശി അലൻ. പ്രാദേശിക മാധ്യമ പ്രവർത്തനമാണ്, പൊതുപ്രവർത്തകനാണ് അലൻ. ഈ ദേശീയപാത അതോറിറ്റി പറയുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല ഈ സമയത്തെന്നുള്ളതാണ്. ശരിയാണോ? ഈ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഈ മഴ പെയ്തപ്പോൾ ആദ്യം വീട്ടിൽ വീണിടുന്ന മണ്ണ് ആദ്യം ഇടിഞ്ഞെത്തുന്നത്. അന്ന് മുതൽ വലിയ ബൂം എക്സ്കവേറ്ററുകൾ കൊണ്ടും വലിയ ബ്രേക്കറുകൾ കൊണ്ടുമാണ് ഈ മുറിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷം ദേശീയപാത ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം അവർ കടന്നു വരികയും അവരുടെ വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ മാറ്റിയാണ് അവർ ആദ്യം ചെയ്തത്. അപ്പോൾ രക്ഷപ്പെടുക എന്നുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. പിന്നെ അവർക്ക് 3 ദിവസം മുമ്പ് തന്നെ വ്യക്തമായി ഈ ഭാഗം മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മേഖലയാണെന്നും ഇവിടെ അത് നീരുറവുള്ള ഒരു പ്രദേശമാണെന്നും അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അന്ന് തന്നെ വേണമെങ്കിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ആളുകളെ മാറ്റുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഈ റവന്യൂ വകുപ്പ് റിപ്പോർട്ട് കൊടുത്തെന്നൊക്കെ പറയുന്നതൊന്നും ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല കാര്യം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഈ പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കുന്ന സമയമാകുമ്പോഴാണ് 2 ലെറ്ററുകൾ പഞ്ചായത്തിലേക്ക് എത്തുന്നത്. കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം. അതിലും 22 പേരെയാണ് പറയുന്നത്. 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള ഒരു ലെറ്ററാണ് പഞ്ചായത്തിൽ ലഭിക്കുന്നത്. അത് കിട്ടി നിമിഷങ്ങൾക്കകം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഈ വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും അടക്കമുള്ള ആളുകൾ എത്തുകയും അവർക്കൊപ്പം ഞങ്ങളെല്ലാം കൂടെ വന്നാണ് ഇവിടുന്ന് ആളുകളെ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മണ്ണിടിയുന്ന സമയത്ത് അലൻ ഇവിടെ ഉണ്ടായിരുന്നു. മണ്ണിടിയുന്ന സമയത്ത് ഞങ്ങൾ തൊട്ട് താഴെ ഈ കമ്മ്യൂണിറ്റി ഹാളിലൂടെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ മണ്ണിടിയുന്നുള്ളൊരു കേട്ടതുകൊണ്ടാണ് ഇപ്പം മെമ്പറിൻ്റെ ഒപ്പം ഇവിടെ എത്തിയത്. ഇവിടെ എത്തി താഴെ നിൽക്കുന്ന സമയത്താണ് വലിയൊരു ഒച്ചയോട് കൂടി ഒരു ഒച്ച വരുന്നത്. ഇങ്ങനെ ഒച്ച കേട്ട് ഞങ്ങൾ മേളിലേക്ക് വരുമ്പോൾ ഈ പ്രദേശമാകെ ഇരുട്ടിലേക്ക് മാറി. അതായത് ഈ വൈദ്യുതി ലൈനുകളെല്ലാം പോകുന്നത് ഇവിടെ ഈ ഭാഗത്തൂടെയാണ്. അപ്പം പ്രദേശമാകെ ഇരുട്ടിലേക്ക് മാറി. ഞങ്ങൾ മുകളിലേക്ക് ഓടി പോകുമ്പോഴാണ് മുകളിൽ നിന്ന് ഈ പ്രദേശത്തു നിന്നുള്ള ആളുകൾ താഴത്തേക്ക് ഓടി വന്നിട്ട് ഇന്ന വീട്ടിൽ ബിജുവും ഭാര്യയും കുടിയും കിടക്കുന്നുണ്ടെന്ന് മെമ്പറോട് പറയുന്നത്. അപ്പം മെമ്പറൊപ്പം ഞാനാണ് ആദ്യം മെമ്പർക്കൊപ്പം എത്തുന്നത് അവിടെ മേളിൽ. മെമ്പർ വന്ന് അകത്ത് വന്ന് ഇവരുടെ പേര് വിളിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു അകത്തുണ്ടെന്ന് ഈ സന്ധ്യ ആദ്യമായിട്ട് പ്രതികരിക്കുന്ന മെമ്പറോടാണ്. അപ്പോഴാണ് 2 പേരും അകത്തുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടത്. അതിനുശേഷമാണ് ബാക്കിയുള്ള രക്ഷാപ്രവർത്തകരെ എല്ലാം അറിയിച്ച് അവരെല്ലാം എത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. എന്തായാലും ഇതുമായി നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം JCB ഉൾപ്പെടെയുള്ള മെഷീനറികൾ ഉപയോഗിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നു. ദേശീയപാതയുടെ മുകൾ ഭാഗത്തു നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അവിടെയുള്ള മരങ്ങൾ, കല്ല്, മണ്ണ് എന്നിവയെല്ലാം വലിയ രീതിയിൽ താഴേക്ക് പതിച്ചു. ഈ പാത പൂർണ്ണമായിട്ടും അടഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഇതിന് നേരെ താഴത്തെ ഒരു ദൃശ്യങ്ങൾ കൂടി കാണിച്ചാലാണ് അതിൻ്റെ ഒരു തീവ്രത, നമുക്ക് അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് പറയുമ്പോഴും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിങ്കൽ നിർമ്മാണം കാണുന്നത്. ഇതിന് താഴ്ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞ് നേരെ പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തകർത്തുകൊണ്ട് അപ്പുറത്തേക്ക് മണ്ണ്, കല്ലും വലിയ രീതിയിൽ വന്ന് പതിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 4 വീടുകൾ പൂർണ്ണമായും ഈ മണ്ണിനടിയിൽ തന്നെയുണ്ട്. 4 വീടുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റ് ഏതാണ്ട് 20-ലധികം വീടുകൾ ഈ ഭാഗത്ത് ഉണ്ട്. അവരെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആളുകളെ ഇവിടെ നിന്ന്, അതായത് ഈ നിലവിലുള്ള ഈ സ്ഥലം അത് സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന ഒരു ഇടമാണോ എന്നുള്ള ഒരു പരിശോധന നടത്തേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്ന്, ഈ ആളുകൾക്ക് ഇപ്പോൾ മരിച്ച ബിജുവിൻ്റെ കുടുംബത്തിനുള്ള ധനസഹായം, ഒപ്പം ഈ ആളുകൾക്കുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യം. മറ്റൊന്ന്, ഈ സ്ഥലത്ത് 4 വീടുകൾക്ക് മുകളിലാണല്ലോ മണ്ണിടിഞ്ഞ് വീണത്. താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് വീടുകൾ അതിന് സമീപത്തായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ദുരന്തം വേണമെങ്കിൽ ഒഴിവായി പോയി എന്ന് തന്നെ പറയാം.
തീർച്ചയായും എന്തായാലും അത്തരത്തിൽ ആളുകൾ അവിടെ നിരവധി ആളുകൾ ഉണ്ട്. ഏതാണ്ട് 22 വീടുകളോളം ഇവിടുന്ന് ആ വീട്ടിലുള്ളവരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിലധികം ആളുകൾ ഈ പരിസരത്ത് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈ മണ്ണിടിഞ്ഞ ഭാഗത്തിന് അതിന് മുകളിൽ ഈ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിന് മുകൾ ഭാഗത്തും ആളുകളുണ്ട്. അവിടെയും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർ ഏത് സമയത്തും അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ വീടും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ട് നിരവധി വീടുകൾ ഉണ്ട്. ആ നിരവധി വീടുകൾ ആ ഭാഗത്തായിട്ട് ഇനിയും കാണാനുണ്ട്. ഈ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ വീടിനും അപ്പുറം അവിടെ ഇപ്പോൾ ആളുകൾ ഇന്ന് രാവിലേക്ക് എത്തി അവിടെ നിന്ന് എടുക്കാവുന്ന സാധനങ്ങളും വിലപ്പെട്ട സാധനങ്ങളും എല്ലാം തന്നെ എടുത്ത് അവിടെ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. പ്രധാനമായും നാട്ടുകാർ പറയുന്ന ആ ഒരു ആരോപണം, ഈ സ്ഥലം അതായത് ഉറവയുള്ള ഒരു പ്രദേശമാണ്, നീരൊഴുക്കുള്ള ഒരു പ്രദേശമാണ്, ഇളക്കമുള്ള മണ്ണ് ആണ് ഇവിടെ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയോ പഠനങ്ങളോ നടത്താതെ തന്നെ ഇവിടെ അശാസ്ത്രീയമായ രീതിയിൽ ഈ മണ്ണെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. അതാണ് ഇത്ര വലിയൊരു ആഘാതത്തിന് കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്.